ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കുക്കിംഗ് വ്ളോഗൊന്നുമല്ല. ഇന്ന് ഞാൻ നമ്മളെ മലപ്പുറത്ത് വെച്ചിട്ടുള്ള ബിരിയാണി മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. മാതൃഭൂമി ന്യൂസും അതേപോലെ തന്നെ റോസ് ബ്രാൻഡും കൂടി ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിരിയാണി മത്സരമായിരുന്നു ഇത്. മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ നടന്നിരുന്നു. അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ കേട്ടോ എനിക്ക് സെലക്ഷൻ കിട്ടിയതൊക്കെ. അപ്പോൾ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ പെട്ടെന്ന് പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണി പോട്ടും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ബിരിയാണി ചെമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അലൂമിനിയത്തിൻ്റെ ഒക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കൊണ്ടുപോയതിനും അതേപോലെ തന്നെ കത്തി, കത്രിക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും, പൊടികൾ അങ്ങനത്തെ എല്ലാം നമ്മൾ കൊണ്ടുപോകണം. 1 കിലോന് റോസ് ബ്രാൻഡിൻ്റെ അരിയും അതേപോലെ തന്നെ ചിക്കനും അവിടുന്ന് കിട്ടും. പിന്നെ നമ്മൾ ചുടുവെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. ബാക്കി നമ്മൾ ബിരിയാണിക്ക് ഇടാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഇതേപോലെ ഉള്ളിയും ചെറിയുള്ളി വെളുത്തുള്ളി അങ്ങനെയെല്ലാം നമുക്ക് തൊലിച്ചിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഒന്നും അരിയാനും ചതക്കാനും ഒന്നും പാടില്ല. അതൊക്കെ അവിടെ ചെന്നിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ രാത്രി അതൊക്കെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിവിടുന്ന് മലപ്പുറത്തുനിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി കേട്ടോ. ഏകദേശം 5:45 ആയപ്പോൾ തന്നെ പോയി. കാരണം 9:30 അവിടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ തന്നെ അവിടെ എത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പോയിന്. ബസ്സിന് കേട്ടോ പോയിട്ടുണ്ടായിന്. അപ്പോൾ 2-3 കവറും ബാഗൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ബസ്സിൽ മുകളിൽ വെച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ മലപ്പുറത്തെത്തി. മലപ്പുറം മുണ്ടുപറമ്പിലായിരുന്നു കേട്ടോ. അവിടെ എത്തിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു ഹോട്ടലിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ പുറത്തതിൻ്റെ ബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഹോളിലേക്ക് പോയി. അപ്പോൾ അധികം ആരും എത്തിയിട്ടുണ്ടായില്ല കേട്ടോ. ഞാനും പിന്നെ വേറൊരു കുട്ടിയും കൂടി മാത്രമേ ഉള്ളൂ. 2 ആളും എത്തിയിട്ടുണ്ടായിരുന്നത്. വേറെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല കേട്ടോ. എൻ്റെ കൂടെ കുട്ടികളും അതേപോലെ തന്നെ അമ്മയൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. കുറേ ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് പോയി വരാൻ കഴിയൂലല്ലോ. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ മുകൾക്ക് പ്രോഗ്രാം നടക്കുന്ന ഹാൾക്ക് പോയി നോക്കുകയാണ് കേട്ടോ. അത് അവിടെ എത്തിയ സമയത്ത് തന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് വീഡിയോ എടുക്കുകയും. അപ്പോൾ ഓരോരുത്തർക്കും ഇല്ല കൗണ്ടറുകളെല്ലാം സെപ്പറേറ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വരുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ധരിക്കാല തൊപ്പിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ തരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു ID കാർഡും എല്ലാം ഉണ്ട്. പിന്നെ ഓരോ കൗണ്ടറിനും ഓരോ നമ്പർ ഉണ്ട്. നമ്പർ അനുസരിച്ചാണ് നമ്മൾ പോയി നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇതേപോലെ എനിക്ക് കിട്ടിയ ആ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുകയും പിന്നെ ആരും എത്തിയിട്ടുണ്ടായില്ല ആ ഒരു സമയത്ത്. പിന്നെ നമുക്ക് കിട്ടിയ ഇതെല്ലാം നമ്മളും ഇട്ടിട്ട് വേണം കേട്ടോ പാചകം ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് കൂടുതൽ ആൾക്കാർ വരുന്നത് വെയിറ്റ് ചെയ്താണ് ഇങ്ങനെ നിൽക്കാനും. ഇവിടുന്ന് അവിടെ എത്തോളം ഭയങ്കര ടെൻഷൻ ഉണ്ടായിട്ടോ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നമ്മൾ വീട്ടിലായാലും അല്ലെങ്കിൽ ചെറിയ സൽക്കാരങ്ങൾക്കൊക്കെ ചോറും കാര്യങ്ങളൊക്കെ വെക്കലുണ്ട്. പക്ഷേ നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു മത്സരത്തിന് ആദ്യമായിട്ടാണ് കേട്ടോ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയ ആൾക്കാരൊക്കെ വന്ന് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ കൂളായിട്ടോ. പിന്നെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതേപോലെ എല്ലാവർക്കും ഓരോ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ഓരോ ടേബിളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അത് നമുക്ക് നമ്മളെ പാത്രങ്ങളും അതേപോലെ തന്നെ സ്പൂണ്, പൊടികൾ എല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 9:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. 9:30 മുതൽ 10 മണി വരെ നമുക്ക് ചതക്കാനും അരിയാനൊക്കെ എല്ലാവരും ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഒപ്പല്ലോൽക്കൊക്കെ നമ്മളെ സഹായിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഞാൻ കൊടുന്നതൊക്കെ ഇവിടെയൊക്കെ എടുത്തുകൊണ്ട് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ തൊലിച്ച് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയും സവാളയും അതെല്ലാം തൊലിച്ചതിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ കേക്കിയിട്ട് തന്നെ കൊടുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ ചതക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ കേക്കിണ ഭാഗത്തൊക്കെ തിരക്കേക്കാരെന്ന് വിചാരിച്ചിട്ട് ഞാൻ കേക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചിക്കനും അരിയൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തരികയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പിന്നെ ഇവിടുന്ന് കേക്ക് കൊണ്ടുവരാൻ കേട്ടോ. പിന്നെ നമ്മൾ തൊലിച്ചണയും അതേപോലെ തന്നെ അരിയണയും ആ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മളൊപ്പം എല്ലാ ആൾക്കാർക്ക് ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന ഹോളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ഇല്ല കേട്ടോ. പുറത്ത് നിൽക്കാനുള്ള പറ്റുക. ആ 10 മണി വരെ നമ്മൾ വേണമെങ്കിൽ സഹായിക്കാനൊക്കെ ഇത് കണ്ടോ. ഒപ്പം വന്ന ആൾക്കാരൊക്കെ അരിയാനും ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു സഹായിക്കൊന്നും വേണ്ട, ഞാൻ ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കണ തന്നെയല്ലേ. അപ്പോൾ ആകെ 1 കിലോനല്ലേ വെക്കണത്. അപ്പോൾ നമ്മൾ സഹായിക്കൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ അതാ ചിക്കനൊക്കെ കിട്ടിയിരിക്കണം. ചിക്കൻ ഓൾറെഡി അവിടെ നിന്ന് കേകിയിട്ടാണ് കേട്ടോ തരിക. നല്ല കേകി വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വലിയ പീസായിരുന്നു ചിക്കന്. അപ്പോൾ പെട്ടെന്ന് നല്ലോണം ഇതൊക്കെ എരിമ്പുളിയൊക്കെ പിടിച്ചാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനും മല്ലിച്ചപ്പും അതേപോലെ തന്നെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
നമുക്ക് കഴിക്കാൻ ഇടയിൽ കഴിക്കാൻ സ്നാക്സും വെള്ളമൊക്കെ ഒരു കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആരും അതൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒക്കെ പെട്ടെന്ന് ഇത് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബിരിയാണി ഉണ്ടാക്കണ തിരക്കില്ലേനു കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്റ്റൗ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഹൈ സ്പീഡിലുള്ള ടൈപ്പ് സ്റ്റൗ ആണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ടൈപ്പിലാണ്. നമുക്കത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയൂല. അപ്പോൾ അവിടെ ആൾക്കാർ സ്റ്റാഫൊക്കെ നമുക്കത് കറക്റ്റ് പറഞ്ഞൊന്ന് മനസ്സിലാക്കി തന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ സിനിമ നടി തസ്നീഖാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന ടൈമിലൊന്നും കറക്റ്റ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും അവനാൻ്റെ ചോറ് ദമ്മിടുന്ന ആ ഒരു തിരക്കിലുണ്ടോ. ഞാൻ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ദം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് തസ്നീഖാൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കലും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ അത് ഏകദേശം എല്ലാവരും ചോറും ഒക്കെ ദം ചെയ്ത് പിന്നെ ജഡ്ജ്മെൻറ്റിനുള്ള ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അതിനാണ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവര് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം. അപ്പോൾ ഇതാ ഓരോ ഷെഫുമാർ വന്നിട്ട് പിന്നെ നമ്മളെ ഇതൊക്കെ ചോറൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വരികയാണ് കേട്ടോ. പിന്നെ ഇതാ ബിരിയാണി ഒന്നും പൊട്ടിച്ചപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. കാരണം ഷെഫുമാർ വന്നിട്ട് നമ്മുടെ അടുത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ വിളമ്പി കൊടുക്കുന്ന ആ ഒരു ടൈമിൽ വീഡിയോ ഓൺ ആക്കണത് ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തെത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. 3 ഷെഫുമാരേനും, ഒന്ന് ആദാമിൻ്റെ ചായക്കടയിലെ പിന്നെ ആളേനും, പിന്നെ ഒന്ന് തസ്നീം അസീസ് സെലിബ്രിറ്റി ഷെഫ് അവരേനും, പിന്നെ ഒന്ന് വേറൊരു ഷെഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ റൗണ്ട് അടിച്ച് വന്നിട്ടാണ് അടുത്ത ആൾ വരിക. അങ്ങനെ 3 ആൾ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ 3 ആളതും കഴിഞ്ഞ് പിന്നെ ഫുള്ള് പിന്നെ ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതാ. അപ്പോൾ ഒരു വന്ന് പോകുവോളം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അരിയൊക്കെ ആ ഒരു അരി റോസ് ബ്രാൻഡിൻ്റെ അരി ആദ്യമായിട്ട് ഉപയോഗിച്ചാണ്. പക്ഷേ നല്ല സ്മെല്ലുള്ള ടൈപ്പ് അരിയാണ്. എന്നാലും ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ചോറൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നു. പിന്നെ ഫസ്റ്റും സെക്കൻഡും കിട്ടാത്തതൊക്കെ അത് ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. ഒക്കെ ഓരോ കുറഞ്ഞ മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഓരോരുത്തർക്കും നഷ്ടമായത് കേട്ടോ. പിന്നെ മാർക്കൊക്കെ പിന്നെ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ കൊമ്പങ്കാട് കോയി കുഞ്ഞാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ആദ്യം വന്നത് നോർമലി ഓലെ വേഷത്തിൽ തന്നെയായിരുന്നു. പിന്നെ ഒരു ഡ്രസ്സ് മാറി ഒരു വീഡിയോ എടുക്കാൻ ഓലെ കൊമ്പങ്കാട് കോയൻ്റെയും കുഞ്ഞാപ്പൂൻ്റെയും ആ ഒരു വേഷത്തിൽ വന്നിട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഓല് ഞങ്ങളെ പിന്നെ ബിരിയാണി ഉണ്ടാക്കണതിൻ്റെ നമ്മളെ അടുത്തുനിന്ന് നമ്മളെ പാത്രം ഇതൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കേനു. ആ ഒരു ടൈമായപ്പോൾ തന്നെ നമ്മൾ ടേസ്റ്റിങ്ങിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ വീഡിയോ എടുക്കുന്നതും ഇതൊക്കെ കണ്ട് രസത്തിൽ ഇങ്ങനെ നിൽക്കേനു കേട്ടോ. പിന്നെ അത് അപ്പുറ ഭാഗത്ത് ടേബിളൊക്കെ നിരത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു എല്ലാവരും 30 ആൾക്കാരുണ്ട് ഈ ഒരു മത്സരത്തിൽ കേട്ടോ. അപ്പോൾ 30 ആൾക്കാരും ഓരോ കിലോ ബിരിയാണി വെച്ച് 30 കിലോ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് അവിടെ വന്ന ആൾക്കാരാണ് കേട്ടോ തിന്നുന്നത്. അതായത് ഇപ്പോൾ ഈ 30 ആളെ ഒപ്പം വന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഫാമിലിത്തെ ആൾക്കാരും ഒപ്പം കുട്ടികളും ഒക്കെ വന്നോലുണ്ട്. പിന്നെ അവിടെ ഹോട്ടലിൻ്റെ ആൾക്കാർ, പിന്നെ ഗസ്റ്റായിട്ട് വന്ന ആൾക്കാർ എല്ലാവരും കൂടി ആണ് കേട്ടോ അവിടെ പിന്നെ ബിരിയാണി കഴിച്ചത്. ഇപ്പോൾ ഇതാ ഇവർ ഓരോ ഇതിക്കിടാനും വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഒരു 3 ആളും കൂടിയിട്ട് വീഡിയോ എടുക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇവർ വീഡിയോ എടുക്കണമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് സൗണ്ടൊന്നും ഇല്ലാതെ ചെറുതായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. പിന്നെ വീഡിയോ വന്നപ്പോൾ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്നത്. നമുക്ക് പ്രൈസ് കിട്ടുമോ ഇല്ലേ എന്നല്ല, പക്ഷെ എന്നാലും മലപ്പുറത്ത് തന്നെ 2000 ആൾക്കാർ അപേക്ഷിച്ചതിൽ ആകെ 30 ആൾക്കാർക്കാണ് സെലക്ഷൻ കിട്ടിയത്. അങ്ങനെ 2000 ആൾക്കാർ നമുക്ക് 30 ആളെ ഒരാളായിട്ട് നമ്മൾ സെലക്ട് ചെയ്തല്ലോ. അതേപോലെ തന്നെ പോയിട്ട് ഇതിൽ മത്സരിച്ചാനും പങ്കെടുക്കാനൊക്കെ പറ്റിയല്ലോ. ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ധൈര്യമായിട്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാനും അതേപോലെ തന്നെ മത്സരിച്ചാനൊക്കെ ഭയങ്കര ധൈര്യമായിട്ടോ. അപ്പം നമ്മൾ പങ്കെടുത്തോണ്ട് അതിനൊക്കെ പറ്റി നല്ല അടിപൊളി പരിപാടി തന്നെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റേജിൻ്റെ മുന്നിലായിട്ട് ഞങ്ങളെല്ലാവരും ചെയറിലിരുന്നു കേട്ടോ. പിന്നെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് അവിടെ വന്ന് ഗസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ റോസ് ബ്രാൻഡിൻ്റെ 1 കിലോൻ്റെ ബിരിയാണി അരിൻ്റെ ഒരു കിറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് വിതരണം ചെയ്യാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാല മലപ്പുറം അതേപോലെ തന്നെ കുഞ്ഞാപ്പൊക്കെ മിമിക്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസേനും നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. നേരിട്ടും അവരുടെ വർത്താനവും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഈ ഒരു വേഷത്തിലായിട്ടാണ് കേട്ടോ വീഡിയോത്തെ അതേപോലെ തന്നെ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചിട്ട് ഇങ്ങനെ
സാധിച്ചു. എല്ലാവരും നമ്മുടെ പൈസക്കാരോട് താങ്ക്സ് പറയുന്നു. പിന്നെ നമ്മളെ കുറെ കാലത്തിന് ശേഷം നമ്മളെ ശ്രീധരന്റെ വീഡിയോക്ക് വീണ്ടും കൊണ്ടുപോയി നന്ദി പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് കുഞ്ഞാപ്പ് എന്തെങ്കിലും മിമിക്രി എടുത്തു അതുപോലെ ടൈറ്റായിട്ട് 2 പേര് 1-ാം സ്ഥാനത്തേക്ക് വന്നു. ആ പേരും ചെസ് നമ്പറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് ഇവിടെ അനൗൺസ് ചെയ്യുന്നതാണ്. നസീമ KK ചെസ് നമ്പർ 14. രണ്ടാമത്തെ ആള് സുലൈഖ K ചെസ് നമ്പർ 18. ഈ 2 പേരും വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. അവർക്കുള്ള സമ്മാനം 10,000 രൂപ. ബാക്കിയെല്ലാം സമ്മാനം. ഒപ്പം നമ്മുടെ ടീം പ്ലീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ടസ്റ്റൻസും നമ്മുടെ ഗസ്റ്റും ഒപ്പം തന്നെ നമ്മുടെ ഷെഫ്മാരും കൂടി ചേർത്തുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതുകൊണ്ട് ആരും പെട്ടെന്ന് പോകരുത്. ഇത് ആദ്യത്തേതാണ്. ചെസ് നമ്പർ 14 നസീമ KK. ഓക്കെ, അടുത്ത ഇനി സുലേഖ കിട്ടി. ഇനി നമ്പർ 29 സാറ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വിന്നേഴ്സ്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ. പിന്നെ അവർ പറയും ചെയ്തു ഇത്രയും ഓരോ ജില്ലയിലും മത്സരം നടക്കണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ മലപ്പുറത്താണെന്ന് പറഞ്ഞു. കാരണം ഒന്നിനൊന്ന് മെച്ചേനും ഒരാൾ ബിരിയാണി ഇട്ട് ഒരാളത് പറയാനല്ല, അങ്ങനെയൊക്കെ കുറഞ്ഞ മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് എല്ലാം പോയതെന്ന് പറഞ്ഞു. പിന്നെ ഓരോരുത്തരും ഓരോ ശൈലിയിലാണ് കേട്ടോ ബിരിയാണി വെച്ചിരുന്നത്. തേങ്ങാപ്പാലിലൊക്കെ വെച്ചിനെ ഒരു താത്ത ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങാപ്പാലിൽ ബിരിയാണി വെക്കുന്നത് കണ്ടിട്ടുണ്ടായിന്. ഓയിലും നെയ്യൊന്നും അധികം യൂസ് ചെയ്യാതെ നല്ല ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ചിലവർ പൊരിച്ചിട്ടേനു, ചിലവർ പച്ചക്ക് ദമ്മിടേനു. ഞാൻ പൊരിച്ചാതെ വെച്ചതേനു കേട്ടോ ബിരിയാണി. അപ്പം എൻ്റെ ബിരിയാണി അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തോലൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ബിരിയാണിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1, 2, 3 സ്ഥാനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇത്രയും വലിയൊരു പരിപാടിക്ക് നമുക്ക് പോകാനും പങ്കെടുക്കാനൊക്കെ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ ലൈവ് ബിരിയാണി ഷോ കാണുന്നതും അതിൽ പങ്കെടുക്കണമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കുന്നല്ലാതെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. നമ്മൾ ന്യൂസിലും അതേപോലെ തന്നെ പത്രത്തിലൊക്കെ വന്നതോ എല്ലാം നല്ല നമുക്ക് എല്ലാം കൊണ്ടും നല്ലൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഒന്ന് അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാം.